Hi students, welcome to your new class and new topic. Today's chapter is chapter 4, measurement and scaling. നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട്, മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്. മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റിസർച്ചിന് യൂസ് ചെയ്യുന്ന കുറേ സ്കെയിലിംഗ് മെത്തേഡ്സ് ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്, ഏതൊക്കെ ടൈപ്പ് മെഷർമെൻറ്റ്സ് ഉണ്ട്, യൂസ് ചെയ്യുന്ന സ്കെയിലിംഗ് സിസ്റ്റം ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ രണ്ട് മെയിൻ പോയിൻ്റാണ് ഹെഡിങ് തന്നെ വരുന്നത്. ഒന്ന് മെഷർമെൻറ്റും രണ്ടാമത്തത് സ്കെയിലിങ്ങും. അപ്പോൾ ഫസ്റ്റ് മെഷർമെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. മെഷർമെൻറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പേഴ്സ് ഓർ നെയിംസ് ടു ഒബ്ജക്ട്സ് ആൻഡ് ദെയർ ആട്രിബ്യൂട്ട്സ്. It is done according to certain pre-specified rules. We are not measuring the objects but measuring the characteristics of it. അപ്പോൾ അതൊന്ന് വളരെ ക്ലിയർ ആണ്. മെഷർ ചെയ്യുക, അളക്കുക എന്നുള്ളതാണ് പറയുന്നത്. അളക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പേഴ്സ്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കുറച്ച് നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നെയിംസ്, ഒബ്ജക്റ്റിന് ഓരോ നെയിമുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ ഫീച്ചേഴ്സിനൊക്കെ നമ്മൾ ഓരോ നെയിംസ് കൊടുക്കുക. ഇതിനെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ അക്കോർഡിംഗ് ടു. ഇനി ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി തന്നെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ചില റൂളുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ ഒബ്ജക്റ്റിനെ നെയിം ചെയ്യുന്നതും നമ്പർ കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. വി ആർ നോട്ട് മെഷറിങ് ദ ഒബ്ജക്റ്റ്. ഇവിടെ നമ്മൾ ആ ഒബ്ജക്റ്റിനല്ല മെഷർ ചെയ്യുന്നത്, ബട്ട് മെഷറിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇറ്റ്. ആ ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, we are not measuring the consumers but measure the perceptions, attitudes or preferences. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ കൺസ്യൂമറുടെ പെർസെപ്ഷൻ, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇത് അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസുകൾ, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എത്ര കൺസ്യൂമേഴ്സിനെ എടുത്തു എന്നുള്ളതിനേക്കാൾ ഉപരി ഓരോ കൺസ്യൂമറുടെയും ഇത്തരത്തിലുള്ള ആട്രിബ്യൂട്ടുകളെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് ഓരോ കൺസ്യൂമറും എങ്ങനെ ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള അതിൻ്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്താണ്, അവരുടെ പ്രിഫറൻസുകൾ ഏതാണ്, അതിൻ്റെ പെർസെപ്ഷനെ, അവരെങ്ങനെ ആ പ്രൊഡക്റ്റിനെ നോക്കി കാണുന്നു എന്നുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈസി ടു അസൈൻ നമ്പേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് സം ഒബ്ജക്ട്സ്. അതേപോലെ തന്നെ ചില ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസിന് നമ്മൾ എന്ത് ചെയ്യും? നമ്പർ കൊടുക്കാറുണ്ട്, നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ബട്ട് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഡിഫിക്കൾട്ട് ഇൻ റെസ്പെക്റ്റ് ഓഫ് അതർ ഒബ്ജക്ട്സ്. പക്ഷേ അത് ഏകദേശം കുറച്ചും കൂടി മറ്റുള്ള ഒബ്ജക്റ്റിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൾട്ടാണ്. പ്രോപ്പർട്ടീസ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചില ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ആയിരിക്കാം, ഹൈറ്റ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻ ബി മെഷേർഡ് ഡയറക്റ്റ്ലി വിത്ത് സം സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. അപ്പോൾ വെയിറ്റ്, ഹൈറ്റ് അങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളെയൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ട്, അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കറിയാം ഹൈറ്റ് ആകുമ്പോൾ കിലോഗ്രാമിൽ, അല്ല സെൻറ്റിമീറ്ററിൽ, വെയിറ്റ് ആണെങ്കിൽ കിലോഗ്രാമിൽ. അപ്പോൾ അതിനെയാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു മെഷർ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ലൈക്ക് മോട്ടിവേഷൻ. ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ഡയറക്റ്റ്ലി. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളെയും മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ വളരെ ക്ലിയർ ആണ്. മെഷർ ചെയ്യാൻ പറ്റുന്നത് ചില യൂണിറ്റ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് ചില പ്രോപ്പർട്ടീസൊക്കെ വരുന്നത്. പക്ഷേ ഒരാളുടെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാൻ ഡയറക്റ്റ്ലി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. The most significant feature of measurement is the specification of rules for assigning number to the characteristics. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു സവിശേഷത, മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? റൂൾസ് ഉണ്ടായിരിക്കും. നമ്മൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനും ഒരു നമ്പർ അസൈൻ ചെയ്യണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ചില റൂൾസ് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. The rules for assigning numbers should be standardized. ഇനി എന്താണ് ആ റൂളിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ഓരോ വ്യക്തികൾക്കും ഇഷ്ടമുള്ള പോലെ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിനെന്തുണ്ടാവും? കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അതെല്ലാവരും അപ്ലൈ ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കും. സപ്പോസ് നമുക്കിപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 5 കുട്ടികളുടെ വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക.
അപ്പോൾ നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഒരാൾ 50 കിലോ, ഒരാൾ 45 കിലോ അല്ലെങ്കിൽ 40 കിലോ എന്ന് പറയുമ്പോൾ അവിടെ ആ 40, 50 എന്നതിൻ്റെ ഒപ്പം നമ്മൾ കിലോഗ്രാം അതാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡൈസ്ഡ് വെയിറ്റ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു എന്താണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ആണെങ്കിൽ കിലോഗ്രാമിലാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ മാത്രം 40 കിലോ എന്നും വേറൊരാൾ മെഷർ ചെയ്യുമ്പോൾ 40 സെൻറ്റിമീറ്റർ എന്നും അങ്ങനെ മാറി മാറിയിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിലെ ഫസ്റ്റ് പോർഷൻ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് മെഷർമെൻറ്റ് എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പർ ഓർ നെയിംസ് ടു ഒബ്ജക്റ്റ് ആൻഡ് ദെയർ ആട്രിബ്യൂട്ട്സ്. അതാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, അതെപ്പോഴും ചെയ്യുന്നത് ഒരു പ്രീ സ്പെസിഫൈഡ് റൂള് പ്രകാരമായിരിക്കും. ആ പ്രീ സ്പെസിഫൈഡ് റൂൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അത് എല്ലാവരും സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമും ഒരേപോലെ യൂസ് ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതുമായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ടോപ്പിക്കാണ് സ്കെയിലിംഗ്. ദ ടേം സ്കെയിലിംഗ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് മെഷറിംഗ് ഓഫ് സംതിങ്. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ മെഷർമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ആ മെഷർമെൻറ്റിനെ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വേരിയസ് തിങ്സ്. ഈ സ്കെയിലിംഗ് എന്ന് പറയുന്നത് ഒരു ഡിവൈസ്, ഒരു ഉപകരണമാണ്. അതെന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു? പല തിങ്സും, പല കാര്യങ്ങളെയും അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഏകകമാണ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മെഷർമെൻറ്റ്. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ മെഷർമെൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടോ അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള ലെവലിലാണ്. മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തും ഉണ്ടായിരിക്കും? സ്കെയിലിംഗും ഉണ്ടായിരിക്കും. സ്കെയിലിംഗ് ഈസ് ദ പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനിങ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ്സ് ലൈക്ക് ലീഡർഷിപ്പ് സ്റ്റൈൽ, ബ്രാൻഡ് ഇമേജ് ഓഫ് ദ പ്രോഡക്റ്റ് എക്സെട്ര. അപ്പോൾ സ്കെയിലിങ്ങിന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനിങ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ്. കൃത്യമായിട്ടുള്ള ചില കൺസെപ്റ്റുകളെ അളന്ന് കുറിച്ചെഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷറബിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുള്ളൂ? സ്കെയിലിംഗ് യൂസ് ചെയ്യുള്ളൂ. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ പ്രൊസീജിയർ ഓഫ് അസൈനിങ് നമ്പേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു ചില ഒബ്ജക്റ്റിന് നമ്പർ അസൈൻ ചെയ്യുക, അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നെയിം കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് സ്കെയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ പ്രൊസീജിയർ ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു വേരിയസ് ഡിഗ്രീസ് ഓഫ് ഒപ്പീനിയൻസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് അതർ കൺസെപ്റ്റ്. പലതരത്തിലുള്ള ഒപ്പീനിയനും ആറ്റിറ്റ്യൂഡും കൺസെപ്റ്റുകളെയൊക്കെ പല ഡിഗ്രിയിലായിരിക്കും നമുക്കറിയാം. കാരണം എല്ലാവരും എല്ലാ കാര്യവും ഒരേപോലെ അംഗീകരിക്കണം എന്നില്ല. ചിലർക്ക് ചില ഒരു സമ്മതക്കുറവുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് മാത്രം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഡിഗ്രി ഓഫ് ഒപ്പീനിയൻ നമുക്ക് അറിയണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഇത് രണ്ട് തരത്തിലാണ് ചെയ്യുന്നത്. ഒന്ന്, ടു മേക്ക് ദ ജഡ്ജ്മെൻറ്റ് എബൌട്ട് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വലിൻ്റെ ഏതെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പ്ലേസ് ഹിം ഡയറക്ട്ലി ഓൺ എ സ്കെയിൽ. എന്നിട്ട് ആ വ്യക്തിയെ നമ്മൾ ഒരു സ്കെയിലിങ്ങിലേക്ക് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യുന്നു. രണ്ടാമത് പറയുന്നത്, പ്രിപ്പയർ ക്വസ്റ്റ്യനർ ഇൻ സച്ച് എ വേ ദാറ്റ് സ്കോർസ് ഓഫ് ഇൻഡിവിജ്വൽ റെസ്പോൺസസ് അലോക്കേറ്റ് ഹിം ഇൻ എ പ്ലേസ് ഓൺ എ സ്കെയിൽ. രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ ക്വസ്റ്റ്യനർ കൊടുത്തുകൊണ്ട് അതിൻ്റെ സ്കോറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എത്രയാണോ ഓരോ ക്വസ്റ്റ്യനും, ഇപ്പോൾ നമ്മളൊരു 10 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനർ കൊടുത്തു എന്ന് വിചാരിക്കുക. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ ABCD ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ A അടയാളപ്പെടുത്തിയിട്ടുണ്ടാവാം, B ഉള്ളവരുണ്ടായിരിക്കാം, അങ്ങനെ 4 ഓപ്ഷനും ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ A എന്നൊരു ഓപ്ഷൻ എത്ര പേര് ചെയ്തു എന്ന് വരുമ്പോൾ അവിടെ എന്തായി? അവിടെ എണ്ണം വരികയാണ്. അപ്പോൾ നമുക്ക് ആ A ഓപ്ഷനിൽ ഇപ്പോൾ 10 പേര് നമുക്ക് അവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യനറിൽ നിന്ന് നമുക്ക് ഇൻഡിവിജ്വൽസിൻ്റെ റെസ്പോൺസിനെ സ്കോറുകളായിട്ട് തന്നെ അലോക്കേറ്റ് ചെയ്ത് സ്കെയിലിങ്ങിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഇവിടെ ചെയ്യുന്നത്. എ സ്കെയിൽ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ലോജിക്കലി റിലേറ്റഡ് റെഫറിങ് ടു ദ സെയിം ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഈസ് being studied and is used to study simultaneously a number of observation which are dependent. ഈ ഒരു സ്കെയിലിൽ പ്രത്യേകത എന്താണ്? സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ വളരെ ലോജിക്കലായിട്ട്
റിലേറ്റഡ് റെഫറിങ് ടു ദ സെയിം ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഈസ് ബീയിങ് സ്റ്റഡീഡ്. നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യുന്നത് അതിൻ്റെ സെയിം ആറ്റിറ്റ്യൂഡിനെ റെഫർ ചെയ്യുന്ന പോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്ത് ലോജിക്കലായി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സെറ്റിനെയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വലി ദീസ് ഒബ്സർവേഷൻസ് ആർ നോട്ട് ഫുൾ. ഇതെല്ലാം നമുക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ട് കാര്യമില്ല, പക്ഷെ അതെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് ഒരു സ്കെയിലിലേക്ക് മാറുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണെന്നുള്ളതാണ് പറയുന്നത്. എ സ്കെയിൽ മേ ബി യൂസ്ഡ് ടു മെഷർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റെസ്പോണ്ടൻറ്റ്. ഒരു റെസ്പോണ്ടൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. ഓർ ടു ഇവാലുവേറ്റ് ഒബ്ജക്റ്റ് പ്രസൻറ്റഡ് ടു ഹിം. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ദ സ്പെസിഫിക്കേഷൻ ഓഫ് സ്കെയിൽ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഇൻ ഓൾ റിസർച്ച്. ഇനി സ്കെയിലിംഗ് മാത്രം ഉണ്ടായാൽ പോരാ, അതിനെന്ത് കൊടുക്കണം? സ്പെസിഫിക്കേഷൻ. ആ സ്പെസിഫിക്കേഷൻ ഉണ്ടായാൽ മാത്രമാണ് നമുക്കതിനെ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ ഡിക്റ്റേറ്റ് ദ സ്പെസിഫിക് അനലിറ്റിക്കൽ ടെക്നിക്സ് ദാറ്റ് ആർ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു യൂസ് ഇൻ അനലൈസിങ് ദ ഒബ്റ്റെയിൻഡ് ഡാറ്റ. നമുക്ക് ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അനലൈസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? വി ക്യാൻ യൂസ് സെവറൽ കൈൻഡ്സ് ഓഫ് സ്കെയിലിംഗ് ടെക്നിക്സ്. അനലിറ്റിക്കൽ ടെക്നിക്സ് നമുക്കവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് സ്കെയിൽ എന്ന് പറയുന്നത്, മെഷർമെൻറ്റും സ്കെയിലും. ഇനി റിസർച്ചിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായിട്ടും നോമിനൽ സ്കെയില്, ഓർഡിനൽ സ്കെയില്, ഇൻ്റർവെൽ സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. ഈ 4 ടൈപ്പ് സ്കെയിലാണുള്ളത്. അപ്പോൾ അതിലെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. നോമിനൽ സ്കെയിൽ. It is simply a system of assigning number symbols to events in order to label them. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കെയിലിംഗ് ആണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ഒബ്ജക്റ്റിന് എന്തുമാത്രം കൊടുക്കുന്നു? നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഒന്ന് ജസ്റ്റ് അത് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആ ഒബ്ജക്റ്റ് എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രം നമ്മൾ ആ ഓർഡർ പ്രകാരം നമ്പറോ സിമ്പിളോ കൊടുക്കുന്നു. എക്സാമ്പിൾ, numbers are assigned to volleyball players in order to identify them or to distinguish one player from the other. ഇപ്പോൾ വോളിബോൾ കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം, അതിൽ നമ്മൾ ഫസ്റ്റ് 1 എന്ന പേര്, സെക്കൻഡ് 1 എന്ന പേരെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ഓർഡർ കിട്ടാനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അല്ലെങ്കിൽ ഒരാളിൽ നിന്ന്, അതായത് ഫസ്റ്റ് പേരിൽ നിന്ന് രണ്ടാമത്തെ ആളെ വേർതിരിച്ചറിയാനാണ് ആ നമ്പർ അവിടെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ the numbers provided to them are just convenient labels. നമ്മൾ ആ നമ്പർ എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? ജസ്റ്റ് കൺവീനിയൻറ്റ്, നമുക്കൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ലേബൽ ചെയ്ത് കൊടുക്കുന്നു. സോ ഇറ്റ് ഹാസ് നോ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ. പക്ഷേ ഇവിടെ നമ്മൾ 1 2 3 കൊടുക്കുന്നതിനൊന്നും എന്തില്ല? ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ഇല്ല. ഇൻ അതർ വേർഡ്സ്, ക്വാളിറ്റേറ്റീവ് സ്കെയിൽ വിത്തൗട്ട് ഓർഡർ ഈസ് ടേംഡ് ആസ് നോമിനൽ സ്കെയിൽ. അപ്പോൾ വേറൊരു തരത്തിൽ നമുക്ക് പറയാം, ക്വാളിറ്റേറ്റീവ് സ്കെയിലാണ് ഇത്, വിത്തൗട്ട് ഓർഡർ. പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. കാരണം കളിക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുന്നത്, അല്ലാണ്ട് ആ നമ്പറിന് അവിടെ എന്തില്ല? ഒരു വാല്യൂ ഇല്ല. അപ്പോൾ ഇൻ ഓർഡർ ടു ക്വാളിറ്റേറ്റീവ് സ്കെയിൽ വിത്തൗട്ട് ഓർഡർ, പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ലാതെ തന്നെ ക്വാളിറ്റേറ്റീവ് സ്കെയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. നോമിനൽ ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് ആർ യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫീച്ചേഴ്സ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഈ പോയിന്റ് നോട്ട് ചെയ്യാം. ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ചില ഫീച്ചേഴ്സിനെ നമുക്ക് വേർതിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റിനെയാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഡാറ്റ കളക്റ്റഡ് ത്രൂ എ നോമിനൽ മെഷർ സ്കെയിൽ ഈസ് കോൾഡ് നോമിനൽ ഡാറ്റ. അപ്പോൾ നോമിനൽ മെഷർമെൻറ്റ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നോമിനൽ ഡാറ്റ എന്ന് പറയുന്നത്. ദ നോമിനൽ സ്കെയിൽ ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷർ objects into various categories such as yes or no, type of population groups such as rural, urban, metropolitan, etc. Numeric value can be assigned to these classified categories. Such numbers are used for identifying individuals. ഇവിടെ നമ്മൾ ചില ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കാറ്റഗറീസ് അറിയാൻ വേണ്ടിയിട്ട് യെസ് കാറ്റഗറി ഉണ്ടാവാം, നോന്ന് കൊടുക്കുന്ന കാറ്റഗറീസ് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ അവിടെ പോപ്പുലേഷൻ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് റൂറൽ ഏരിയ, അർബൺ ഏരിയ, മെട്രോപൊളിറ്റൻ സിറ്റി, അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് അവിടെ
വേർതിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ന്യൂമറിക്കൽ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു ആ ഒരു കാറ്റഗറീനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സച്ച് നമ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് ഇൻഡിവിജ്വൽസ്. ഇങ്ങനത്തെ നമ്പേഴ്സിനെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. നോമിനൽ സ്കെയിൽസ് ആർ ദ ലീസ്റ്റ് റെസ്ട്രിക്റ്റീവ് ആൻഡ് ദസ് ദ സിംപ്ലസ്റ്റ് ഓഫ് സ്കെയിൽസ്. നമ്മുടെ സ്കെയിലിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ദേ സപ്പോർട്ട് ഓൺലി ദ മോസ്റ്റ് ബേസിക് അനാലിസിസ്. ഏതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്താൻ മാത്രമാണ് നോമിനൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഡസ് നോട്ട് ഇംപ്ലൈ ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസസ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ് ഇംപ്ലൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്നില്ല. നോമിനൽ സ്കെയിൽ ഡസ് നോട്ട് പൊസസ്. എന്തില്ല? അവിടെ ഓർഡർ ഇല്ല, ഡിസ്റ്റൻസ് ഇല്ല, ഒറിജിൻ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒന്നിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിനെ വേർതിരിച്ചറിയാൻ വേണ്ടി മാത്രം നമ്പർ അസൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല, ആ അസൈൻ ചെയ്യുന്ന നമ്പറിനും ഒരു വാല്യൂവിൻ്റെ ബേസിലല്ല ചെയ്യുന്നത്, വിത്തൗട്ട് ഓർഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സ്കെയിലിങ്ങിനെയാണ് എന്ത് പറയുന്നത്? നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. വി ക്യാൻ ഓൺലി സേ ദാറ്റ് എ ഈസ് ഡിഫറെൻറ്റ് ടു ബി. ഇപ്പോൾ എ ബി സി ഡി നമുക്ക് കുറച്ച് ആൾക്കാർ നെയിം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബി ഇങ്ങനെ ഡിഫറെൻ്റ് ആണ്, അത്ര മാത്രമേ നമുക്കവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ ഈസ് നോൺ ആസ് റാങ്കിങ് സ്കെയിൽ. ഓർഡിനൽ സ്കെയിലിന് പറഞ്ഞ പേരാണ് റാങ്ക് ചെയ്യുക. ഓർഡിനൽ സ്കെയിൽ പ്ലേസസ് ഈവൻസ് ഇൻ ഓർഡർ. അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. ഇവിടെ ഈവൻറ്റുകളെ ഓർഡറായിട്ട് സ്കെയിൽ ചെയ്യുന്ന മെഷർമെൻ്റാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഓർഡിനൽ സ്കെയിൽ ഇൻവോൾവ് ഡിഫറൻഷിയേഷൻ ബൈ ക്ലാസ്, ബട്ട് ദേ ഓൾസോ ഡിഫറൻഷിയേറ്റ് വിത്തിൻ എ ക്ലാസ് ഓഫ് ഫീച്ചേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് റാങ്ക് അക്കോർഡിംഗ് ടു സം ക്വാളിറ്റേറ്റീവ് മെഷർ. അപ്പോൾ ചില ക്വാളിറ്റേറ്റീവ് മെഷറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ നിന്നുകൊണ്ട് തന്നെ ഒരാളെ വേറൊരാളിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. സപ്പോസ് ഒരു ക്ലാസ്സിൽ 30 സ്റ്റുഡൻസ് ഉണ്ട്, അതൊരു ഗ്രൂപ്പാണ്. ആ ഒരു 30 സ്റ്റുഡൻസിൽ നമ്മൾ റാങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 ഔട്ട് ഓഫ് 50 കിട്ടിയ ആളാണ് ഫസ്റ്റ് റാങ്കിൽ വരുന്നത്. അതിന് തൊട്ട് താഴെ 49.5 ഉണ്ടാവാം, 49 ഉണ്ടാവാം. അപ്പോൾ അവിടെ അങ്ങനെ അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ റാങ്ക് ചെയ്യുന്നത്. ഓൺലി റാങ്ക് ഈസ് ഇൻവോൾവ് ഇൻ ഓർഡിനൽ സ്കെയിൽ. അപ്പോൾ റാങ്കിങ് സിസ്റ്റം വരുന്ന അല്ലെങ്കിൽ റാങ്കിങ് സിസ്റ്റം യൂസ് ചെയ്യുന്ന സ്കെയിലിംഗ് ടെക്നിക്കിനെയാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. വി ആർ ഏബിൾ ടു സേ ദാറ്റ് ഒബ്ജക്റ്റ് എ ഹാസ് എ ഹയർ റാങ്ക് ദാൻ ഒബ്ജക്റ്റ് ബി. അപ്പോൾ എ എന്ന് പറയുന്ന ആൾക്ക് 50 മാർക്കുണ്ട്, ബി എന്ന് പറയുന്ന ആൾക്ക് 49 മാർക്കേ ഉള്ളൂ അല്ലെങ്കിൽ 30 മാർക്കേ ഉള്ളൂ പറയുമ്പോൾ നമ്മൾ അവരെ കമ്പയർ ചെയ്യും. അവിടെ എന്താ ചെയ്യുന്നത്? എക്കാണ് ബിയേക്കാൾ ഇത്ര മാർക്ക് അധികമുള്ളത്. ബട്ട് വി കനോട്ട് സേ ബൈ ഹൗ മച്ച്. ഇങ്ങനൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്താൽ, അതായത് ഹയർ ദാൻ, ഹയർ റാങ്ക് ദാൻ എന്ന് പറയുമ്പം എ എന്ന് പറയുന്ന ആളിനേക്കാൾ എ ഹാസ് ഹയർ റാങ്ക്, എക്കാണ് ഹയർ റാങ്ക് ഉള്ളത് ആരെക്കാട്ടിലും? ബി എന്ന ആളെക്കാട്ടിലും. അപ്പോൾ ബിയെക്കാട്ടിലും മാർക്ക് കൂടുതലാണ് എക്ക് എന്ന് മാത്രമേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അത് എത്ര കൂടുതലാണ് എന്ന് നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾസ് മസ്റ്റ് ബി ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ മേജർ റോഡ്സ് ആൻഡ് മൈനർ റോഡ്സ് ഓർ സ്മോൾ, മീഡിയം ആൻഡ് ലാർജ് സിറ്റീസ്. അപ്പോൾ നമ്മളിങ്ങനെ കമ്പാരിസൺ നടത്താം. ഒന്ന് ഇതിനേക്കാൾ നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണ്, വലുതാണ്, ചെറുതാണ്, അങ്ങനെയെല്ലാം നമുക്ക് കമ്പയർ ചെയ്യാം. പക്ഷെ അതൊന്നും എത്രത്തോളമാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദിസ് സ്കെയിൽ മെഷർ ഡിഫറൻസസ് ഇൻ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ ഈ സ്കെയിൽ ചെയ്യുന്നത് എന്താണ്? എത്രയാണ് ആ ഡിഫറൻസിൽ വരുന്ന മാഗ്നിറ്റ്യൂഡ് എന്നാണ് അറിയുന്നത്. ഇറ്റ്സ് എ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് ഇൻ വിച്ച് മെഷർമെൻറ്റ് കാറ്റഗറീസ് ഫോം എ റാങ്ക് ഓർഡർ എലോങ് എ കോണ്ടിനം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? റാങ്ക് ഓർഡറിൽ കാറ്റഗറീസിനെ മെഷർമെൻറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്.
ഇനി അതേപോലെ തന്നെ ഓർഡിനൽ സ്കെയിലിൽ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ് റാങ്കിങ് ഓഫ് ഇൻഡിവിജ്വൽസിനെ റാങ്ക് ചെയ്യാൻ പറ്റും, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഐറ്റംസ് അലോങ് ദ കോണ്ടിനം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ബീങ് സ്കെയിൽഡ്. Thus, the use of ordinal scale implies a statement of greater than. അപ്പോൾ എപ്പോഴും ഒരു ഓർഡിനൽ സ്കെയിൽ എന്താണ്? റാങ്കിങ് സ്കെയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ എന്നുള്ള വേർഡുകൾ അവിടെ കൂടുതലുണ്ടാവാം. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഹൗ മച്ച് ഗ്രേറ്റർ അല്ലെങ്കിൽ ഓർ ലെസ് എന്നുള്ളത് അവിടെ പറയുന്നില്ല. ദ ഡിഫറൻസ് എമംഗ് ഒബ്ജക്ട്സ് ആർ വാലിഡ് ഓൺലി റിലേറ്റീവ് ടു ദ അതർ ഒബ്ജക്ട്സ് മെഷേർഡ്. നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ ഒന്ന് മറ്റൊന്നിനേക്കാൾ എത്ര കൂടുതൽ കുറവ് അല്ലെങ്കിൽ ആ ഡിഫറൻസ് മാത്രമാണ് അവിടെ പറയുന്നത്. ഓർഡിനൽ സ്കെയിൽ ഡസ് നോട്ട് മെഷർ വാല്യൂ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ബട്ട് ഇൻഡിക്കേറ്റ്സ് ഓൺലി ദ ഓർഡർ റാങ്ക് സച്ച് ആസ് 1 2 3. അപ്പോൾ എ എന്ന് പറയുന്നത് ഇത്ര മാർക്ക്, ബി എന്ന് പറയുന്നത് ഇത്ര മാർക്ക്, സി എന്ന് പറയുന്ന ആൾക്ക് ഇത്ര മാർക്ക് പറഞ്ഞാൽ അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പറയുന്നത് എയേക്കാൾ ഇത്ര മാർക്ക് കൂടുതൽ, കുറവ് എന്ന് പറയുന്നു. പക്ഷെ അത് എത്രയാണെന്ന് മെഷർ ചെയ്യാത്തുള്ള റാങ്കിങ് സിസ്റ്റമാണ് ഓർഡിനൽ സ്കെയിലിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ സ്കെയിലാണ് ഇൻ്റർവെൽ സ്കെയില്. ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത് ഈസ് ഓൾസോ നോൺ ആസ് കാർഡിനൽ ലെവൽ ഓഫ് മെഷർമെൻറ്റ്. ഇൻ്റർവെൽ സ്കെയിൽസ് ആഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റാങ്ക്സ്. നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിൽ ഓർഡിനൽ സ്കെയിലിൽ കൂടുതലാണ്, കുറവാണ് എന്നുള്ള വാക്കുകളാണ് നമ്മളവിടെ ഏറ്റവും അധികം ഉപയോഗിച്ചത്. പക്ഷേ എത്ര കൂടുതൽ എന്ന് മെഷർ ചെയ്യുന്നതാണ് ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത്. ടു എംപ്ലോയ് ആൻ ഇൻ്റർവെൽ സ്കെയിൽ വി മസ്റ്റ് യൂസ് സം കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് യൂസ് ചെയ്യുന്നു. For example, we differentiate between temperatures by using the standard unit of degrees Celsius. We cannot multiply or divide interval scale data. അപ്പോൾ നമ്മൾ യൂണിറ്റ് പറയുമ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ ഡിഗ്രി സെൽഷ്യസിലാണ് പറയുക. ഇവിടെ നമുക്ക് ഇൻ്റർവെൽ സ്കെയിലെല്ലാം അതിൻ്റെ ഡാറ്റ വെച്ച് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വുഡ് ബി ഇൻകറക്റ്റ് ടു സേ 40 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 2 × 20 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് 2 × 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. ഇൻ്റർവെൽ സ്കെയിൽസ് ഹാവ് നോ ട്രൂ ഓർ അബ്സല്യൂട്ട് സീറോ. എ ടെമ്പറേച്ചർ ഓഫ് 0 ഡിഗ്രി സെൽഷ്യസ് ഡസ് നോട്ട് ഇംപ്ലൈ ആൻ ആബ്സെൻസ് ഓഫ് ഹീറ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ പോയിൻ്റ് അറ്റ് വിച്ച് വാട്ടർ ഫ്രീസസ്. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ശരിയായ രീതിയിലോ അല്ലെങ്കിൽ സീറോ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളെയോ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്കെയിലാണ് ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ വാട്ടർ ഫ്രീസ് ചെയ്യുന്ന ലെവലാണ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ ആൻ ആബ്സെൻസ് ഓഫ് ഹീറ്റ്. അതിൻ്റെ അർത്ഥം എന്തില്ല, ഹീറ്റ് അവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് വാട്ടർ ഫ്രീസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആണെന്നുള്ളത് പറയാം. It measures differences in magnitude but also possesses the property of equal intervals. It's a scale of measurement in which the intervals between numbers on the scale are all equal in size. നമ്മൾ സാധാരണ സ്കെയിൽ കാണുമ്പോൾ തന്നെ അറിയാലോ, നമ്പർ ചെയ്യുന്ന എങ്ങനെ 1 2 3 എന്ന് നമ്പർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ 1-ൽ നിന്ന് 2-ലേക്കുള്ള അകലം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഓരോ ചെറിയ ലൈൻസ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഓരോ നമ്പേഴ്സിൻ്റെ ഇടയിലുമുള്ളത് എല്ലാ അളവും എങ്ങനെയാണ്, ഈക്വൽ ആയിരിക്കും ഇൻ സൈസ്. There are numerical properties to interval scales and numbers assigned can be meaningfully added. നമ്മൾ കൊടുക്കുന്ന ആ നമ്പേഴ്സ് വളരെ മീനിങ്ഫുള്ളായിട്ട് ആ സബ്ജക്റ്റിനോട് ആഡ് ചെയ്യുക. പക്ഷെ ഒരിക്കലും അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഓൺലി അഡീഷൻ മാത്രമാണ് ഇൻ്റർവെൽ സ്കെയിലിൽ വരുന്നത്. കാരണം ആ സ്കെയിൽ നമ്മൾ നോക്കുമ്പോൾ 1 to 2 എന്നുള്ളതിൻ്റെ ഇടയിൽ 10 വരകൾ, 2 to 3 പറയുമ്പോൾ 10, അത് സെയിം ആണ് എല്ലാറ്റിലും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അവിടെ എന്ത് ചെയ്യുന്നില്ല, മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യുക ചെയ്യാൻ പറ്റില്ല. We can determine if A to B equal to B to C. The information obtained from an interval scale is the exact amount of underlying construct that one object differs from another.
ഒരു ഒബ്ജക്റ്റ് മറ്റൊന്നിൽ നിന്ന് ഡിഫർ ആണ് എന്ന് പറയുന്നു. യൂസിങ് ദി സ്കെയിൽ വൺ ഈസ് ഏബിൾ ടു ജഡ്ജ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ അത് അറിയാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഇൻ്റർവെൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. It is only with an interval scale data that researchers can justify the use of arithmetic mean as the measure of average. ഇവിടെ റിസർച്ചേഴ്സ്ക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് മെഷേഴ്സ് ഓഫ് ആവറേജ്, അതായത് അരിത്തമെറ്റിക് മീൻ ഇവിടെ യൂസ് ചെയ്യാം. This scale has equal units of measurement, thus making it possible to interpret not only the order of scale scores but also the distance between them. അപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെയും ഓർഡർ ഓഫ് സ്കെയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാനും അതിൻ്റെ സ്കോറുകളും അതേപോലെ തന്നെ അവ തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടി അവിടെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് പോസിബിൾ ടു ആഡ് ഓർ സബ്സ്ട്രാക്ട് എ കോൺസ്റ്റൻറ്റ് ടു ഓൾ ഓഫ് ദ സ്കെയിൽ വാല്യൂ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഫോം ഓഫ് ദ സ്കെയിൽ, ബട്ട് വൺ കനോട്ട് മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ദ വാല്യൂസ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സാധാരണ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന സ്കെയിലാണെങ്കിൽ അതിൽ 1, 2, 3 എന്നുള്ള നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിനോട് കൂടിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമ്പേഴ്സ് ഒരേപോലെ ആഡ് ചെയ്യാം. പക്ഷെ അതേസമയം എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനോ സാധിക്കില്ല. ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് 2 റെസ്പോണ്ടൻസ് വിത്ത് സ്കെയിൽ പൊസിഷൻ 1 and 2 ആർ ആസ് ഫാർ അപ്പാർട്ട് ആസ് 2 റെസ്പോണ്ടൻറ്റ് വിത്ത് സ്കെയിൽ പൊസിഷൻസ് 4 to 5. 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് ഉണ്ടായിരിക്കുക 4ഉം 5ഉം തമ്മിൽ. But not that a person with score 10 feels twice as strongly as one with score 5. പക്ഷെ നമുക്കിവിടെ പറയണം സ്കോർ 5 കിട്ടിയ ആളെക്കാട്ടിലും 2 മടങ്ങ് കൂടുതലായിരിക്കും സ്കോർ 10 കിട്ടിയ ഒരാൾ എന്നുള്ളതാണ് പറയുന്നത്. അവിടെ നമുക്ക് 2 മടങ്ങായിട്ടാണ് പറയുന്നത്, അതായത് മൾട്ടിപ്ലിക്കേഷനാണ് പറയുന്നത്. ടെമ്പറേച്ചർ ഈസ് ഇൻ്റർവെൽ സ്കെയിൽഡ് ബീങ് മെഷേർഡ് ഐദർ ഇൻ സെൻറ്റിഗ്രേഡ് ഓർ ഫാരൻഹീറ്റ്. അവിടെ നമുക്ക് 2 തരത്തിൽ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവെൽ സ്കെയിൽസിൽ ഐദർ ന്യൂമറിക് ഓർ സിമാൻറ്റിക് മെത്തേഡാണ് യൂസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. റേഷ്യോ സ്കെയിലിൻ്റെ പ്രത്യേകത ഹയസ്റ്റ് മെഷർമെൻറ്റ് സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. ഓൾ ദ ഫോംസ് ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, നമുക്ക് എല്ലാ തരത്തിലുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസും ഇവിടെ ചെയ്യാം. ഡിസ്റ്റൻസ്, ടൺസ് ഓഫ് വീറ്റ്, നമ്പർ ഓഫ് പീപ്പിൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എടുക്കാൻ പറ്റുന്ന സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. 0 ഹാസ് റിയൽ മീനിങ് ഇൻ റേഷ്യോ ലെവൽ മെഷേഴ്സ്. ഇവിടെ 0ന് നമുക്ക് നല്ലൊരു മീനിങ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് ലെസ് ദാൻ 0 പീപ്പിൾ ഓർ ടു ട്രാവൽ ലെസ് ദാൻ 0 കിലോമീറ്റർ. ഇവിടെ പക്ഷേ ബിലോ 0 അല്ലെങ്കിൽ ലെസ് ദാൻ 0 എന്ന് പറയുന്നതിന് യാതൊരു വാല്യൂ അവിടെ ഉണ്ടാവില്ല. റേഷ്യോ സ്കെയിൽ റെപ്രസെൻറ്റ്സ് ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വേരിയബിൾ. റേഷ്യോയിൽ കൃത്യമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അവിടെ സ്പെസിഫൈ ചെയ്യാം. ദിസ് ഹാസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റർവെൽ സ്കെയിൽ ടുഗെദർ വിത്ത് എ ഫിക്സഡ് ഒറിജിൻ ഓർ 0 പോയിൻറ്റ്. ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 പോയിൻറ്റിൽ നിന്ന് മുകളിലോട്ടാണ്. ഒരിക്കലും ബിലോ 0 നമുക്കിവിടെ എടുക്കാൻ സാധിക്കില്ല. And there is an absolute 0 point indicating an absence of the variable being measured. അവിടെ 0 നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് താഴെ നമ്മൾ ഒരു അളവ് എടുത്തിട്ടില്ല, മുകളിലോട്ടാണ് പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ, വേരിയബിൾസ് വിച്ച് ആർ റേഷ്യോ സ്കെയിൽ ഇൻക്ലൂഡ് വെയ്റ്റ്, ലെങ്ത്, ടൈം, ഇതെല്ലാം നമുക്കിവിടെ കൃത്യമായിട്ട് പറയാം. റേഷ്യോ സ്കെയിൽസ് പെർമിറ്റ് ദ റിസർച്ചർ ടു കമ്പയർ ബോത്ത് ഡിഫറൻസ് ഇൻ സ്കോർ ആൻഡ് ദ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്കോർസ്. ഇവിടെ നമുക്ക് ഡിഫറൻസുകൾ, സ്കോറും അറിയാം, അതിൻ്റെ ഡിഫറൻസും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഫോർ ഇൻസ്റ്റൻസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ 5 and 10 minutes ഈസ് ദ സെയിം ആസ് ദാറ്റ് ബിറ്റ്വീൻ 10 and 15 minutes. 5 to 10 മിനിറ്റിൻ്റെ ഡിഫറൻസ് എന്താണോ അത് തന്നെയായിരിക്കും 10 to 15 മിനിറ്റ് വരുന്നത്. ആൻഡ് 10 minutes ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് 5 minutes. പിന്നെ നമുക്ക് പറയാവുന്ന എന്താണ്, 5ൻ്റെ 2 ഇരട്ടിയാണ് 10 മിനിറ്റ് എന്ന് നമുക്കവിടെ പറയാം. There are numeric properties to interval scales and the number assigned cannot only be meaningfully added or subtracted but also multiplied and divided. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിരിക്കുന്ന സ്കെയിലിൽ, ഇൻ്റർവെൽ സ്കെയിലിൽ ഓൺലി അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ. അവിടെ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ സാധ്യമല്ല. പക്ഷേ ഈ 4ഉം സാധ്യമാവുന്ന സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. The information obtained from a ratio scale is an absolute indication
ഹൗ മച്ച് ഓഫ് ദ അണ്ടർലൈങ് കൺസ്ട്രക്ട് ബീയിങ് മെഷേർഡ് ആൻഡ് ഒബ്ജക്റ്റ് ഹാസ്. ഒരു ഒബ്ജക്റ്റിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ ഹൗ മച്ച് എത്രത്തോളം എന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന സ്കെയിലിങ്ങിനെയാണ് എന്ത് പറയുന്നത്, റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് 4 സ്കെയിലിംഗ് ആണ് പഠിച്ചത്. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.